നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പനീർ വെച്ചൊരു പുലാവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പനീർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വെജിറ്റേറിയൻസൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ് പനീർ പുലാവ് എന്ന് പറയുമ്പോൾ. കാര്യം വെജിറ്റേറിയൻസിനും ഈവൻ അതിനകത്ത് നോൺ വെജുകാർക്കും എല്ലാവർക്കും ഇപ്പം നോൺ വെജ് കഴിക്കേണ്ടവർക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ഡിഷ് കൂട്ടിയാണെങ്കിൽ കഴിക്കാം. എന്നാൽ വെജിറ്റേറിയൻസിന് ഏറെ അത് മാത്രം മതിയാവും പിന്നെ ഒരു നല്ലൊരു ഡിന്നറിനോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള റൈസ്, ഏതാണ്ട് 1 കപ്പ് റൈസ്, അല്പം ഉപ്പും നാരങ്ങ നീരുമിട്ട് കാരണം അത് എളുപ്പത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തെടുക്കുമ്പോൾ ടൈം ആകുമ്പോൾ, അതുകൊണ്ടാണ് ചെയ്തു വെച്ചത്. അപ്പോൾ ഓൾറെഡി അത് നമ്മുടെ ബസ്മതി റൈസ് 1 കപ്പ് വെള്ളത്തിൽ ഇച്ചിരി നേരം കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അത് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളത് ജസ്റ്റ് ആ ഒരു വേവ് നിർത്തി കോരിയതാണ്. അല്പം നാരങ്ങ നീരും ഉപ്പും ഇട്ട് വേവ് അത് കോരി വെച്ചാണ്. ഇനി പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ, തക്കാളി, സവാള, ഹോളായിട്ടുള്ള മസാല, ക്യാരറ്റ്, ബീൻസ്, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഗ്രീൻ പീസ് എടുക്കാം. പിന്നെ വറുത്ത് കോരിയ സവാള വറുത്ത് കോരിയതാണ്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, നെയ്യ്, കുരുമുളക് ഹോളായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മസാലകൾ വേണ്ടത് ഹോളായിട്ടുള്ള ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാലയുടെ പൊടികൾ, കുരുമുളക്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ തേങ്ങാപ്പാൽ. അപ്പം തേങ്ങാപ്പാലൊക്കെ എന്ന് വെച്ചാൽ അതിനൊരു ടേസ്റ്റ് കൂട്ടാനായിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. നമുക്കപ്പം ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യമേ പനീർ ആക്ച്വലി വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പം അതല്ലെങ്കിൽ നമുക്കിപ്പം ചെറിയ ക്യൂബ്സായിട്ടുള്ള പനീർ നമുക്കിപ്പോൾ വാങ്ങിക്കാനും കിട്ടും. നമുക്ക് ആദ്യമേ ഈ പനീർ അല്പം, ഞാൻ നേരത്തെ ബട്ടർ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ ബട്ടർ നമ്മൾ അല്പം ബട്ടറിലാണ്, നെയ്ക്കകത്ത് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ബട്ടറിൽ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് അല്പം ബട്ടറിനകത്ത് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ. കാരണം ഡീപ്പ് ഫ്രൈ ആകുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് മുരിഞ്ഞു പോകും. അപ്പോൾ അത് അങ്ങനെ വേണ്ട, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് ഏകദേശം ഒരു 150 ഗ്രാമുണ്ട് പനീർ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചെറിയ ഒന്ന് മൊരിഞ്ഞ് കിട്ടുക എന്നുള്ളതോടെ, ഒരു ഡീപ്പായിട്ടുള്ള ബ്രൗൺ അങ്ങനെ കളറിലേക്ക് വേണ്ട. ഈ ബട്ടർ ഇതെടുക്കുമ്പോൾ ഇതങ്ങ് ഭയങ്കര സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതങ്ങ് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോകാതിരിക്കാനായിട്ട് വേണേൽ നമുക്ക് ചെറിയൊരു വാം വാട്ടറിൽ ഇട്ട് വെച്ചാലും നല്ലതാണ്. നമുക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാം പനീർ. തൈര് ശരിക്കും ഒരു നല്ലൊരു വൈറ്റ് ക്ലോത്തിനകത്ത് തൈരിനകത്തോട്ട് ഇച്ചിരി നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് ഒരു നല്ലൊരു സ്ക്വയർ ബോക്സിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ ശരിക്കും ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ ഫ്രൈ ഇപ്പം ആ ബട്ടറിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു അരോമയാണ് ഇതിന്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അത് നല്ല ഇത് ആ കറിക്ക് ഭയങ്കര, നമ്മൾ ആ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും ബട്ടർ. അതുകൊണ്ടാണ് നമ്മളിത് ബട്ടറിലെടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പനീർ ബട്ടറിനകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു നല്ല, നമ്മൾ അതിനനുസരിച്ച് റൈസ് എടുത്തേച്ചാൽ മതിയാവും. നമ്മൾ ഈ പനീറും അതിൻ്റെ മസാല എല്ലാം കൂടെ ചേർക്കാൻ, നമ്മൾ പിന്നെ വെജിറ്റബിൾ എല്ലാം കൂടി ഇടുന്നതുകൊണ്ട് നമ്മൾ ഈ പനീറും ആ വെജിറ്റബിളും കൂടെ കയറുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു നല്ലൊരു റിച്ച് പുലാവാവും ഇത്.
നമുക്കിതിങ്ങനെ കോരിയെടുക്കാവേ. ചെറുതായിട്ടത് നല്ലതായിട്ടൊന്ന് സോട്ടായിട്ടുണ്ട്. ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ ഈ ബാക്കിയുള്ള വെജിറ്റബിളും എല്ലാം നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. നെയ്യൊക്കെ പക്ഷേ നെയ്യ് ഒരു നല്ല ഗുഡ് ഫാറ്റ് ആയതുകൊണ്ട് നെയ്ക്കകത്ത് എടുക്കുന്നതായിരിക്കും ഇതിനൊരു റിച്ച് ഫീലിംഗ്. അത് നല്ല ടേസ്റ്റും ഹെൽത്തിയും, കാരണം എല്ലാത്തിനും നല്ലതാണ്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നട്ട്സ് ഒന്ന് വറുത്ത് കോരാം. ആദ്യമേ അത് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മളത് നെയ്ക്കകത്തങ്ങ് വറുത്ത് കോരിയാൽ നമ്മൾ പിന്നീട് അത് ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആ നട്ട്സൊക്കെ നെയ്ക്കകത്ത് കോരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ലൈറ്റ് ബ്രൗൺ കളർ അത്രേ ഉള്ളൂ. ഒരുപാടങ്ങ് മൂക്കണ്ട. ഇനി നമ്മുടെ ഹോൾ ആയിട്ടുള്ള നമ്മുടെ ഈ മസാല നമ്മളിതിലേക്ക് ഇടുകയാണ്. അതായത് അല്പം പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കോലം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ റൈസിനൊരു അരോമ കൊടുക്കാനായിട്ട്, കാരണം അതിൻ്റെ ആ ഹോൾ മസാലയാകുമ്പോൾ ഇച്ചിരി ഏലക്കയുടെ പൊടിയും എല്ലാം കൂടെ ആകുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് കൊടുക്കും. ആ റൈസിനൊരു ടേസ്റ്റ്. നമ്മളല്ലാതെ മസാല പിന്നെയും നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാടങ്ങ് വേണമെന്നില്ല. പിന്നെ ഒരു ടേസ്റ്റ് തീ കുറച്ചിട്ട് ഒരു ഇച്ചിരി കുരുമുളക് ഹോളായിട്ടുള്ള പെപ്പർ കോൺസ് ഒന്ന് പൊടിച്ചതാണിത്. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആ റൈസിന് കൊടുക്കും ഇത് ഇടുമ്പോൾ. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സവാള ഒന്ന് വഴറ്റുക. ഒരിച്ചിരി സവാള മതി. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇതുകൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സവാള വറുത്തുകൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് സവാള ഇപ്പോൾ ഒരുപാടിടണം. നമ്മൾ വറുത്ത സവാള ഇതിനിടയ്ക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മളിട്ട മസാല ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരല്പം സവാളയും കൂടെ ചേർത്ത് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ആ ഒരു പച്ച വിടണ്ട. നമ്മളൊരിച്ചിരി ക്യാരറ്റ്, ബീൻസ് ഇങ്ങനെ വേണ്ട ആ ഷേപ്പിൽ നമ്മൾ ആ ഒരു റൈസിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് അരിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ്. ഇതിനാവശ്യം നമ്മൾ റൈസ് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ടാൽ മതിയാവും. നോക്കിയിട്ട് ഇടുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ച വിടാതെ ഒന്ന് ശ്രദ്ധിച്ചോണേ ശരിക്കും. എല്ലാം കൂടെ ഇത് വേണമെങ്കിൽ ഇനി അഥവാ നോൺ വെജായിട്ട് കഴിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു കോഴിമുട്ടയോ എല്ലാം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്താലും ടേസ്റ്റായിരിക്കും. ഇതൊന്ന് മൂത്തോട്ടെ. ഒരു നുള്ളു വെള്ളം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഈ ഒരു ക്യാരറ്റും ഇതൊന്ന് വേവാൻ വേണ്ടി മാത്രം. ഒത്തിരി വേണ്ട, കാരണം ഇത് പെട്ടെന്ന് ഓൾറെഡി നമ്മൾ വഴറ്റിയോണ്ട് ഇത് പെട്ടെന്ന് വെന്തോളും. ഒരല്പനേരം ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾ കണ്ട അതിൻ്റെ ആ ഒരു പച്ച വിടാതെ തന്നെ നമ്മൾ നുള്ളു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് വിടാതെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ
ആ റൈസ് അല്പം അല്പമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് ആ റൈസ് ഇതുമായിട്ടൊക്കെ മിക്സ് ആയിക്കോളൂ. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്, ഉപ്പിട്ട് വേവിച്ച റൈസുമാണ്. തീ ഒന്ന് കുറച്ചിട്ടുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് അത് നമ്മൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നമ്മൾ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വേവിച്ച് അത് സ്ട്രെയിൻ ചെയ്യാതെ വെക്കുമ്പോൾ ഒരു വേവ് നിർത്തിയ റൈസ് കോരാവും. അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെന്തുടങ്ങി പോകുക. അതിനെ നമ്മൾ ഒറ്റയായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്പം നാരങ്ങാ നീര് അതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ നാരങ്ങ നീരാകുമ്പോൾ അത് വേറിട്ട് തന്നെ നിന്നോളും. കട്ട കെട്ടാതെയും ശ്രദ്ധിച്ചോണം. നമ്മളപ്പോൾ ഇടയ്ക്ക് റൈസ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വെന്തുടങ്ങി അല്ലാതെ പോകും. കാരണം അത് റൈസ് കട്ട കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഇപ്പോൾ എന്നാൽ ഈ ടെക്സ്ചറിൽ വിട്ട് നിൽക്കുന്നതിന് ഇത് നല്ലതാണ്. നമ്മുടെ റൈസ് ഓൾറെഡി ഇവിടെ ആയിക്കഴിഞ്ഞു. അല്ല അതിൻ്റെ ആ റൈസ് ഒന്ന് ഒരു ചെറിയ ഒരു കടകടാന്നുള്ള ശബ്ദം അതൊന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു വെള്ളമയം ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അതങ്ങ് ചെറുതായിട്ടൊരു ഫ്രൈഡ് ഫീലിംഗ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ശരിക്കും പനീറാണല്ലോ, പനീർ പുലാവാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പനീർ നമുക്ക് ചെയ്തെടുക്കാം, പെട്ടെന്ന് അതിൻ്റെ മസാലയൊന്നും ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന് ഇടയ്ക്ക് വേണമെങ്കിൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിനിടയ്ക്കോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ അതിനിടയ്ക്കൊന്ന് കിട്ടും. നമുക്ക് ഗാർണിഷ് ചെയ്യാനും ഇതെടുക്കാം, പിന്നെ ഇതൊന്ന് വറുത്ത് ഇതിനിടയ്ക്കോട്ട് കണ്ടോ ആ റൈസിനിടയ്ക്കോട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടങ്ങ് മിക്സ് ആയിക്കോളും. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് അത് കൊടുക്കും. നമുക്ക് ഞാൻ ഓൾറെഡി ഇത് സവാള വറക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഉപ്പിടാതെ വേണം സവാള വറുത്ത് കോരാനായിട്ട്. ഉപ്പിട്ടാൽ പിന്നെ ഇതങ്ങ് എണ്ണ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് സവാള നമ്മളല്ലാതെ. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്യാം, മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പനീറിൻ്റെ മസാല നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ള മസാലയൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആദ്യമായി ഞാനൊരു പാൻ ചൂടാക്കി ഒരല്പം നെയ്യ് ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ചെയ്താലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇച്ചിരി നെയ്യ് ഇടുക, വേണം നമുക്ക് ഇച്ചിരി എണ്ണയും കൂടെ യൂസ് ചെയ്യാം. അല്പം വെളിച്ചെണ്ണയും ഇട്ടെ ആവശ്യത്തിന് എല്ലാം ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. നമ്മൾ ഒത്തിരി അങ്ങ് കളിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇത്രയും മസാല നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ പനീറിൻ്റെ ഇപ്പം മസാലയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് ഞാൻ ഇഞ്ചി പേസ്റ്റ് ആക്കിയതുണ്ട്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതുണ്ട്. കാരണം ഈ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇതിനകത്ത് ഒന്ന് കിട്ടുന്നത് നന്നായിരിക്കും ആ മസാലയ്ക്കകത്ത് മൊത്തം. ആയിക്കോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സവാള അരിഞ്ഞത്, നമ്മൾ സവാള ഓൾറെഡി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. അതിനകത്തൊക്കെ നല്ലതായിട്ട് ഇച്ചിരി സവാള നേരത്തെ നമ്മൾ വഴറ്റി ചേർത്തു. ഇനിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി അല്പം കൂടെ എടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. തക്കാളി ആകുമ്പോൾ അതിനകത്തൊരു പുളിയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരും.
നമ്മളിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിനകത്ത്. അപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരല്പം പച്ചമുളക് ശരിക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. ലൈക്ക് നമ്മൾ ഒത്തിരി അങ്ങ് എണ്ണ കലിച്ച് നിൽക്കരുത്. നമ്മൾ പാനിന് ആവശ്യം ഒരുപാട് അങ്ങ് എണ്ണ എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നെയ്യ് വേണേലും യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ തക്കാളിയും ആ സവാളയൊക്കെ നല്ലതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. പൊടികൾ, അതായത് നമ്മളൊരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ മതിയാവും. പിന്നെ അല്പം മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം ഗരം മസാല, കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ചേർത്താണ്. പിന്നെ ഒരു കുരുമുളക് നമ്മൾ ഓൾറെഡി ചേർത്താണ്. എന്നാലും ഈ ഒരു കറിക്ക് ഒരല്പം കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. എരി വേണ്ടവർക്ക് വേണമെങ്കിൽ ഇച്ചിരി പച്ചമുളകൊക്കെ ചേർക്കാം. നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മൾ ഗാർണിഷ് ചെയ്യാനും വേണം. അതല്ലാതെ നമ്മൾ റൈസിനകത്തും ഇടയ്ക്ക് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. നമ്മളിപ്പോൾ ഇതിനകത്ത് അങ്ങ് ഇടുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം, കാരണം ഇതൊന്ന് ഈ ഒരു മസാല ഒന്ന് നല്ലതായിട്ടൊന്ന് ചേരാൻ. ഇതിലേക്ക് നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമുക്ക് ഈ പനീർ ചേർക്കാം. കുരുമുളകിൻ്റെയൊക്കെ ഒരു അരോമ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ഇച്ചിരി എരിയും ഒക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ആ ഭയങ്കര ആ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് കയറും. ഉണ്ടോ? ഇതപ്പോൾ ആ പനീർ അതിനകത്ത് കിടന്ന് ആ മസാലയിൽ ഒന്ന് വേവുക. നമ്മൾ ആവശ്യത്തിനുള്ള മസാലകൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഏകദേശം എല്ലാം ഞാൻ എടുത്തതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇച്ചിരി തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചുകൊണ്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. നമ്മളൊരു തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയുടെ പാൽ എടുത്തേക്ക്, കട്ടിയായിട്ട് 1-ാം പാൽ. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്. നമ്മൾ ഉള്ളൂടിടാം. കാരണം നമ്മൾ റൈസിനകത്ത് ഇത് മിക്സ് ചെയ്യുകയാണ് നമ്മൾ. ഇതൊന്ന് അതുമായിട്ടൊന്ന് ചേർന്നോട്ടെ. നമുക്കൊന്ന് അടച്ചു വെക്കാമായിരുന്നു. നമ്മുടെ ഈ മസാല നമുക്ക് ഏകദേശം ഒന്ന് പറ്റി വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളെ മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഒന്ന്
അങ്ങനെ നല്ല രുചി കൊടുക്കത്തക്ക രീതിയിലെല്ലാം നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് ഇച്ചിരി മസാലപ്പൊടിയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇട്ട് ഉപ്പ് എല്ലാം കറക്റ്റ് ചെയ്ത് ആ തക്കാളി എല്ലാം നല്ലതായിട്ട് ഇതിനകത്ത് അലിയിൽ ചേർന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ചാറ്, സ്വല്പം ഒരു ചാറ് വേണം, എന്നാലേ നമുക്ക് ആ ഇത് മിക്സ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ തോന്നും. അപ്പം നമ്മുടെ ഈ പനീർ നമ്മൾ ഇതിൻ്റെ മസാല റൈസിനകത്ത് മിക്സ് ചെയ്യാനുള്ള മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന റൈസും ഈ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു ബൗളെടുത്തു. നമ്മൾ ഏത് പ്ലേറ്റിലാണോ നമ്മൾ വെക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസുണ്ട്, അത് നമ്മൾ ഒരു ബേസായിട്ട് ആക്ച്വലി ഈ പനീർ മസാല ശരിക്കും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കറിയും കൂടെ കേട്ടോ. ശരിക്കും അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതും ഒരു റിച്ചായിട്ടുള്ള ഒരു പുലാവാണ്, ശരിക്കും ഒരു വെജിറ്റബിൾ പുലാവ്. ഇതിലേക്ക് ഈ പനീർ നമ്മൾ ഈ മസാല അവിടെ ഇവിടെയായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ ഇട്ടാൽ എല്ലായിടവും കിട്ടത്തക്ക രീതിയിൽ ആക്കിയാൽ മിക്സ് ചെയ്തിടുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം മല്ലിയില ഇടുക, ഒരു അല്പം സവാള വറുത്തതിടാം. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാ ടേസ്റ്റൊക്കെ കിട്ടും നമുക്ക്. അടുത്തൊരു ലെയർ. വളരെ നല്ല റിച്ചായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ആ വെജിറ്റബിളും എല്ലാം കൂടെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിൽ ആ ചാറും എല്ലാം കൂടെ നമുക്ക് എല്ലായിടവും കിട്ടണം. അവൻ്റെ ആ മസാല നമ്മൾ എടുക്കുന്ന സമയത്ത് ആ മസാല എല്ലായിടവും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഈ മസാല അധികം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ശരിക്കും അടുത്തൊരു ചപ്പാത്തിയുടെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അല്പം സവാള വറുത്തത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആവശ്യത്തിനെല്ലാം ഇടയ്ക്കെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഇപ്പം മല്ലിയില, ഒരുപാട് ഒരു ആവശ്യത്തിന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ അപ്പോൾ നമ്മുടെ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ പുലാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ചേർത്തു. ഒരു റിച്ചായിട്ടുള്ളൊരു പുലാവാണ്. വെജിറ്റേറിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഇതിനകത്ത് ഇനിയും വേറെ ഒരു കറികളോ വേറെ എക്സ്ട്രാ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മാത്രം മതി. ഒരു സാലഡ് വേണമെങ്കിൽ കൂട്ടി ഒരു നല്ലൊരു ഗ്രീൻ സാലഡ് അല്ലെങ്കിൽ കേടൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു സാലഡ് വല്ലതും മാത്രം ചെയ്യുന്ന അച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. കാരണം ഇതൊരു വളരെ നല്ല രുചിയായിട്ട് നമ്മളെടുത്ത തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യാം.